ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമുക്ക് റാഡിഷ് കൊണ്ട് വളരെ രുചികരമായ ഒരു പരിപ്പ് കറി നമുക്ക് ഉണ്ടാക്കാം. റാഡിഷ് ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിളാണ്. ഇത് ശരീരത്തിലെ വിഷാംശങ്ങളൊക്കെ നീക്കം ചെയ്യാനൊക്കെ സഹായിക്കുന്നു. ഇതാണ് റാഡിഷ്, എല്ലാവർക്കും അറിയാമല്ലോ. റാഡിഷ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ഒരു തക്കാളി, ഒരു കപ്പ് സാമ്പാർ പരിപ്പ് എടുക്കണം. ഈ സാമ്പാർ പരിപ്പ് കുക്കറിലിട്ട് കഴുകണം. കഴുകി 2 ഗ്ലാസ് വെള്ളം ചേർത്ത് റാഡിഷ്, തക്കാളി, പച്ചമുളക്, ചെറിയ ഉള്ളി, 1/4 ടീസ്പൂൺ ജീരകം, 4 വെളുത്തുള്ളി കഷ്ണങ്ങൾ, ശകലം കായപ്പൊടി ഇവയെല്ലാം കൂടെ ചേർത്ത് കുക്കർ അടച്ച് വെച്ച് നമുക്ക് 2 വിസിൽ നമുക്ക് ഇതിനെ വേവിച്ചെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇതിനെ നന്നായിട്ട് ഫ്രൈ ചെയ്യണം. സ്ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും റാഡിഷും ഒക്കെ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് ചേർക്കാം. ഇതിനെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇതിലേക്ക് പുളി, ഒരു ചുണ്ടക്കാര വലുപ്പത്തിൽ പുളി എടുത്ത് അതുകൂടെ നമുക്ക് 2 ഗ്ലാസ് പുളിവെള്ളവും കൂടെ നമുക്ക് ചേർക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതിനെ നമുക്ക് മിക്സ് ചെയ്ത് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കണം. നന്നായിട്ട് ഇത് തിളച്ചതിന് ശേഷം നമുക്ക് കടുക് വറുക്കാം. പാൻ അടുപ്പത്ത് വയ്ക്കുക. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിന് ശേഷം 1/4 ടീസ്പൂൺ കടുക് ചേർക്കണം. കടുക് പൊട്ടിയതിന് ശേഷം ശകലം ഉലുവ കൂടെ ചേർക്കണം. ഉലുവ നന്നായിട്ട് ചുമന്ന് വന്നതിന് ശേഷം നമുക്ക് ഉള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് മൂപ്പിക്കാം. ഇതിലേക്ക് 2 വറ്റൽ മുളക് കൂടെ നമുക്ക് ചേർക്കണം. ഇത് നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് റാഡിഷ് പരിപ്പ് കറിയിൽ നമുക്ക് ഇതിനെ ചേർക്കാം. കടുക് വറുത്തതിനെ നമുക്ക് ചേർക്കാം. ഇത് വളരെ രുചികരമായ ഒരു സൈഡ് ഡിഷാണ്. എല്ലാവർക്കും ഒഴിച്ചു കറിയാണ് കേട്ടോ. ഇത് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.